തമിഴ്നാട് അസംബ്ലിയിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കണം, കേന്ദ്ര ഗവൺമെന്റ് നീറ്റ് പരീക്ഷ നടത്തേണ്ട എന്ന് പറയുന്ന ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായ അധികാരങ്ങൾ നൽകണം എന്ന് വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദേശീയ തലത്തിൽ തന്നെ വിജയന്റെ നിലപാട് പ്രാധാന്യം ഉണ്ടാവാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാര് പാർട്ടിക്ക് വേണ്ടി ഭരിക്കുന്നവരാ. അവരുടെ ആശയം അത് ഇതൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ അതുമായിട്ട് നോക്കുമ്പോ വിജയ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി വന്നൊരു നേതാവാ. അപ്പൊ അതായത് ഇപ്പം 250 കോടിയൊക്കെ ഒരു സിനിമയ്ക്ക് പ്രതിഫലം മേടിക്കുന്ന ആള്, നല്ല ഫെയിം ഉള്ള ആള്, നല്ല സാമ്പത്തികമുള്ള ആള്, അയാൾക്ക് ഈ ഒരു പൊളിറ്റിക്സിൽ വരേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള അയാൾക്ക് പാഷൻ ആയിട്ടുള്ള ഒരു അഭിനയം നിർത്തിയിട്ട് ഈ ഒരു പൊളിറ്റിക്സിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ആ നാടിനോടുള്ള സ്നേഹം കൊണ്ടാ. എനിക്ക് വിജയുടെ ഓട്ടോഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോലും അദ്ദേഹം തമിഴിൽ എഴുതുന്നത്. തമിഴിൽ എഴുതിയിട്ട് വിജയ് എന്നുള്ള അത് ട്രിവാൻഡ്രത്ത് ഗോഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോ. അപ്പൊ അതിനകത്ത് ആണെങ്കിൽ തമിഴിലാണ് വിജയ് എഴുതുന്നത്. എന്നിട്ട് ലാസ്റ്റ് വിജയ് എന്നുള്ള പേരാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ വിജയ് പറയുന്നത്, അതായത് വിജയ് കുറെ കാര്യങ്ങൾ ഇപ്പം യങ്സ്റ്റേഴ്സിനോട് പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിജയ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ വിജയ് എന്ന് പറയണത് ഇപ്പൊ എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന പറയുന്ന ഒരു കാര്യം ചെയ്യണതല്ല വിജയം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ വിജയം. അങ്ങനെ യൂത്തിനോട് പല കാര്യങ്ങൾ അല്ലെ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ വിജയ് പറയുന്നുണ്ട്. അതുപോലെ ഇപ്പം തമിഴ്നാട്ടില് വിജയ് വരാം. ഇപ്പൊ തമിഴ്നാട്ടിന്റെ വിജയ് ഫാൻ ആണെങ്കിൽ പോലും ഞാൻ വിജയ് തമിഴ്നാട്ടിൽ ജയിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം അവിടെ ജാതി ഉണ്ട്, അതുപോലെ തന്നെ പൈസ കൊടുത്ത് വോട്ട് മേടിക്കണം, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്തേക്ക് ഒരു സിനിമാ താരം വരുമ്പോ എത്രത്തോളം വരുമെന്ന് ഞാനും സംശയിച്ചു. അപ്പൊ അങ്ങനെയുള്ളിടത്താണ് വിജയ് താങ്കൾ എന്തോ പറയാൻ ഞാനിവിടെ ആം ആദ്മി പാർട്ടിയുടെ അതാണ് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ല, പറഞ്ഞു കേട്ടപ്പോ എനിക്ക് അദ്ദേഹം CPM-ന്റെ കോൺഗ്രസിന്റെ വക്താവാണെന്ന് തോന്നിപ്പോയി. കാരണം മദ്യ നിരോധനത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ആം ആദ്മി ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള പഞ്ചാബിൽ നിരോധിച്ചിട്ടില്ല. അവിടെ മദ്യം സുലഭമായിട്ട് കിട്ടും മദ്യം. പിന്നെ അത് ചെയ്ത് കാണിക്കണമെന്ന് ഇപ്പൊ ഒന്ന് അതാണ് താരാരാധനയും ഒരു രാഷ്ട്രീയക്കാരനെ കാണുന്നത്. രണ്ടാ, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് പോക്കിരി ഇറങ്ങിയത്. ഞങ്ങള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് മൂവാറ്റുപുഴ ലക്ഷ്മി തിയേറ്റർ എന്തോണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കണ്ടതും പോക്കിരി ഒരു ഷർട്ടിന് മേലെ വേറെ ഷർട്ട് കിട്ടാൻ നമ്മൾ നടന്നിട്ടുണ്ട്. അത് ആ സമയത്ത് അതൊരു ഫാൻ പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ വിജയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? ഒന്നത്, അദ്ദേഹത്തിന്റെ നടപടികളും നിലപാടുകളും നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതാണ് ചോദ്യം. ആ ചോദ്യം വരുമ്പോൾ ഇനി ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ 152 അടി എന്നുള്ളത് മുല്ലപ്പെരിയാറിന്റെ ഹൈറ്റ് ജലനിരപ്പ് കൂട്ടാൻ പറ്റില്ല. പക്ഷെ എങ്കിലും പിന്നെ എന്തിനാ അദ്ദേഹം അങ്ങനെ നിലപാട് പറഞ്ഞത്? കൂട്ടാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ എന്തൊരു നിലപാട് എന്തിനാ പറഞ്ഞത്? അപ്പൊ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രാദേശികവാദം എന്നുള്ള രീതിയിലോട്ട് പോകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള അങ്ങനെ അദ്ദേഹത്തിന് തമിഴ്നാടിനോ പറ്റില്ലെങ്കിൽ ആ ഒരു വാദത്തിന്റെ പോലും ആവശ്യമില്ല. നമ്മൾ മുല്ലപ്പെരിയാർ ചർച്ച ചെയ്തതിൽ ഈ 152 അടിയായിട്ട് ഉയർത്താൻ ഇന്നത്തെ നിയമ സംവിധാനത്തിൽ അങ്ങക്ക് അറിയുന്ന പോലെ പറ്റുന്ന കാര്യമല്ല. എങ്കിലും എന്തിനു പറഞ്ഞു എന്നൊരു ചോദ്യം. അതൊരു രാഷ്ട്രീയമല്ലേ എന്നാണ് ചോദ്യം. അല്ല, അത് തമിഴ്നാടിന്റെ കൂടി പ്രത്യേക തമിഴ്നാട് മാത്രമല്ല എങ്കിലും അതൊരു ഇമോഷണൽ ഇഷ്യൂ ആണ്. അതൊരു വികാരമാണ് അവിടെ. ആ വികാരത്തെ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള സംസാരം മുഖ്യമന്ത്രി നിലയ്ക്ക് വിജയം നടത്തേണ്ടി വരും. അതെല്ലാം പ്രാവർത്തികമാക്കാനുള്ളതുമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളവുമായി ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിൽ ഒരു സംഘർഷത്തിന്റെ വഴിയെ ഒന്നും പോകാൻ വിജയ് തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിനേക്കാളൊക്കെ കുറെ കൂടി ഉപരിയായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഉണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് തന്നെ ഫാൻസ് കൂടുതലാണ്. അതെ, കേരളത്തിൽ ഇപ്പം തിരുവനന്തപുരം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ ചില ഏരിയകളിലൊക്കെ തന്നെ ഈ വിജയിയുടെ സിനിമ ഇറങ്ങുവാണെങ്കിൽ അന്ന് അവിടെ ഇപ്പോഴും സംഭവം ഇദ്ദേഹം പാലൊടിക്കുകയും. അല്ല, കേരളവുമായി ആ രീതിയിൽ അടുപ്പമുള്ള ആളായിരുന്നു കമലഹാസൻ. പക്ഷെ കമലഹാസൻ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വൈകാരികമായ അടുപ്പം കേരളീയർക്ക് വിജയമായി ഇപ്പൊ ഉണ്ട് എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും കാണേണ്ട കാര്യമില്ല. ഇപ്പം ധർമ്മതി തമിഴ്നാട്ടിൽ എന്തെങ്കിലും നടപടികൾ എടുക്കുമ്പം കേരളത്തിന് പിടിക്കാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ആ സമയത്ത് ഇവിടെ കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റിനെ കൂടെ ഭരിക്കുന്നവരെ ആരും വിമർശിക്കണ കാണാറില്ല സോഷ്യൽ മീഡിയയിൽ. എല്ലാരും കൂടെ ഞങ്ങളെ തോളി വന്ന് കയറിയിട്ട് ഫാൻസാരെ എന്തോ നിനക്കൊക്കെ ഇത് മതിയായ നിനക്കൊക്കെ ഇത് മതിയായ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഈ രാജ്യത്തെ
രാജ്യത്ത് അംഗീകൃതമായ നിയമങ്ങളുണ്ട്, നദീജലമൊക്കെ പങ്കിടുന്നില്ലേ, അതനുസരിച്ച് മാത്രമേ നടക്കൂ. നിങ്ങൾ അനാവശ്യമായ പ്രശ്നം ഉന്നയിക്കില്ല, അനാവശ്യമായി ഈ ചർച്ചയിൽ പ്രശ്നം ഉന്നയിക്കരുത്. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ട് ഉന്നയിക്കുന്ന ഇതൊക്കെ? കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. തമിഴ്നാടിന് കൃഷി ചെയ്യണം, വെള്ളം വേണം, അത് കേരളത്തിന് അറിയാം. പക്ഷെ മുല്ലപ്പെരിയാറിന് ഉയരം കൂട്ടിക്കൊണ്ടത് കൊടുക്കാൻ പറ്റില്ല. അതും വളരെ അപകടകരമായ മറ്റു ചില കേരളത്തിന്റെ നാശവുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ പറ്റും. അവിടുത്തെ കോൺഗ്രസ് സമവായം നിങ്ങൾ ഫാൻസ് ആയിട്ട് നിന്നാ മതി സുഹൃത്തെ. കോൺഗ്രസ് രാഷ്ട്രീയ പ്രശ്നം ഏറ്റെടുക്കല്ല. വിജയിക്ക് മനസ്സിലാവണം, അതാണ് പ്രശ്നം. ഉണ്ണിക്കണ്ണൻ ചേട്ടൻ പറഞ്ഞ കാര്യം അവിടെ വിജയിക്ക് മനസ്സിലാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.